മാനസിക രോഗി ശുശ്രൂഷയുടെ 30-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന മൈലക്കൊമ്പ് ദിവ്യരക്ഷാലയത്തിന്റെ 1 വർഷം നീണ്ടുനിൽക്കുന്ന വാർഷികാഘോഷങ്ങൾക്ക് കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച കൃതജ്ഞതാ ബലിയോടെ തുടക്കമായി. നവീകരിച്ച ഗ്രോട്ടോയുടെ വെഞ്ചിരിപ്പ് കർമ്മവും മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ നിർവഹിച്ചു. അഗതികളായ മാനസിക രോഗികളെയും നിരാലംബരെയും ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത് എന്ന ബോധ്യമാണ് ദിവ്യരക്ഷാലയം സൊസൈറ്റി പ്രസിഡന്റ് ശ്രീ ടോമി മാത്യു ഓടക്കലിനെയും ശുശ്രൂഷകരെയും നയിക്കുന്നത് എന്ന് ദിവ്യബലി മധ്യേ നടത്തിയ സന്ദേശത്തിൽ മാർ വാണിയപുരയ്ക്കൽ അഭിപ്രായപ്പെട്ടു. രോഗിയെ ദൈവമായും രോഗക്കിടക്കെ ബലിപീഠമായും കാണാനാകുന്ന ഒരു ആധ്യാത്മികതയാണ് ഇത്. ദൈവം മനുഷ്യന് ദാനമായി നൽകിയ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെയാണ് നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. നിങ്ങൾ ശുശ്രൂഷിക്കുന്നത് മനുഷ്യരെയെല്ലാം ദൈവത്തിൻ്റെ മക്കളെയാണ്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് എല്ലാവിധ സൗഭാഗ്യങ്ങളുമുള്ള ഏദൻ തോട്ടം എന്നതുപോലെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുകയാണ്. നമുക്കുള്ളതിൻ്റെ ഒരു പങ്ക് ഇല്ലാത്തവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് മനസ്സ് വരുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ സജീവമായി പ്രവർത്തന നിരതനാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദൈവപ്രചോദിതമായ ചിന്തകളോടെ വിശുദ്ധമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് 100 കണക്കിന് ആളുകളെ ഇതിനോടകം നിങ്ങൾ ശുശ്രൂഷിച്ചിട്ടുണ്ട്. നല്ല മരണം ലഭിക്കാനായിട്ട് അനേകരെ പ്രാപ്തരാക്കിയിട്ടുണ്ട്. അവരുടെയൊക്കെ സ്വർഗീയ സാന്നിധ്യം നിങ്ങൾക്ക് അനുഗ്രഹ പെരുമഴയായി പെയ്തിറങ്ങുമെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണ്. ശാരീരിക രോഗങ്ങളാലും മാനസിക വ്യഥകളാലും ദാരിദ്ര്യത്താലും വലഞ്ഞ മനുഷ്യനെ ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് ശുശ്രൂഷിക്കുന്നതെന്ന് ഇന്നത്തെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ ഏറ്റവും ചെറിയ ഇവരിൽ ഒരുവരെ നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. നമ്മുടെ ശുശ്രൂഷയ്ക്കായി നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ചൈതന്യം തുടിക്കുന്നവരാണെന്ന് മനസ്സിലാക്കി ഈശോയെ തന്നെയാണ് ശുശ്രൂഷിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കത് വലിയ അനുഗ്രഹമായി തീരും. രോഗിയെ ഈശോയായും രോഗിയുടെ കിടക്കയെ ബലിപീഠമായും കാണാൻ കഴിയുന്ന ഒരു ആധ്യാത്മികതയിലേക്ക് ഞങ്ങൾ ഉയരുകയാണ്. ഇവിടെ നമ്മളിപ്പോൾ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബലിയർപ്പണം പോലെ ഉള്ള ഒരു സമർപ്പണ ജീവിതമാണ് ഈ കുടുംബാംഗങ്ങള് അവരുടെ ജീവിത മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4:30 ദിവ്യരക്ഷാലയം അങ്കണത്തിൽ ചേർന്ന പൊതുയോഗത്തിൽ കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അധ്യക്ഷനായിരുന്നു. ദിവ്യരക്ഷാലയത്തിന്റെ ആരംഭം മുതൽ ഈ ശുശ്രൂഷയെ അറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ തനിക്ക് സാധിച്ചു വരുന്നതായി മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. കരുണയും സ്നേഹവും ഒരുമയും ശുശ്രൂഷയിൽ ദൈവസാന്നിധ്യത്തിനും അനുഗ്രഹത്തിനുമുള്ള വഴികളായി മാറും എന്ന് അദ്ദേഹം യോഗത്തെ അനുസ്മരിപ്പിച്ചു. മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇനിയും ആയിരക്കണക്കിന് കുടുംബങ്ങളെയും രോഗികളെയും ശുശ്രൂഷിക്കുവാനുള്ള കൃപ ദൈവം നൽകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. ദിവ്യരക്ഷാലയത്തിന്റെ നേതൃനിരയിൽ 30 വർഷക്കാലം ത്യാഗപൂർവ്വം നിലകൊണ്ട ഓടയ്ക്കൽ ശ്രീമതി ഏലിയമ്മ മാത്യുവിനെയും ദിവ്യരക്ഷാലയ അനുബന്ധ ശുശ്രൂഷകരായ ജോഷി മാത്യു, റവറന്റ് ഫാദർ ബെന്നി ഓടയ്ക്കൽ CSSR എന്നിവരെയും ഓടയ്ക്കൽ കുടുംബാംഗങ്ങളെയും ആദരിക്കുന്ന ചടങ്ങിന് അഭിമന്യ മടത്തിക്കണ്ടത്തിൽ പിതാവ് നേതൃത്വം നൽകി. ശ്രീ മാത്യു ഓടയ്ക്കൽ എന്ന തന്റെ പിതാവിന്റെ ദീർഘവീക്ഷണത്തെയും കാരുണ്യം നിറഞ്ഞ ഔദാര്യത്തെയും കുറിച്ച് തന്റെ സന്ദേശത്തിൽ ശ്രീ ജോഷി മാത്യു അനുസ്മരിച്ചു. തുടർന്ന് സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കോതമംഗലം രൂപത ഫാമിലി അപ്പോസ്റ്റലേറ്റ് ഡയറക്ടർ റവറന്റ് ഡോക്ടർ ആന്റണി പുത്തൻകുളം, KCBC പ്രോലൈഫ് സമിതി ആനിമേറ്റർ ശ്രീ സാബു ജോസ്, ഫിയാത്ത് മിഷൻ ഡയറക്ടർ ബ്രദർ സീറ്റ്ലി എന്നിവരെയും ദിവ്യരക്ഷാലയത്തിന്റെ ആരംഭത്തിന് നേതൃത്വം വഹിച്ച് ഇന്നും വലിയ സമർപ്പണത്തോടെ പ്രവർത്തിക്കുന്ന
ശ്രീ ജെയ്സൺ ചെറുപുഷ്പം തൊടുപുഴ, മാത്യു കണ്ടിരിക്കൽ, ശ്രീ കുര്യാക്കോസ് വടക്കുംപാടത്ത്, ശ്രീമതി ലിസ അബ്രഹാം കാഞ്ഞിരങ്കൊമ്പിൽ, സിസ്റ്റർ എലിസബത്ത് എന്നിവരെ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. പുരസ്കാരവും വിതരണം ചെയ്തു. ലീഗൽ സർവീസ് സൊസൈറ്റി സബ് ജഡ്ജി ജസ്റ്റിസ് CGNN മുഖ്യപ്രഭാഷണം നടത്തി. പൊതുസ്ഥലങ്ങളിൽ നിരാലംബരായി സുബോധം നശിച്ച് അലഞ്ഞു തിരിയുന്നവർ ഈ കാലഘട്ടത്തിൽ കുറവായതിന് കാരണം അവർക്ക് അഭിമാനത്തോടെ തലചായ്ക്കാൻ ദിവ്യരക്ഷാലയം പോലുള്ള സ്ഥാപനങ്ങൾ നാട്ടിൽ പ്രവർത്തിക്കുന്നതാണെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ശ്രീ ജോൺ ജോസഫ് തന്റെ ആശംസാ പ്രസംഗത്തിൽ അഗതികളായ 300 മക്കളെ പോറ്റുന്ന ശ്രീ ടോമി ഓടക്കലിന്റെ സ്നേഹവാത്സല്യത്തെയും ത്യാഗമനോഭാവത്തെ പ്രശംസിച്ചു. സാബു ജോസ്, ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ, സിസ്റ്റർ ജോസി SH, ഫാദർ ആന്റണി പുത്തൻകുളം, ശ്രീമതി ഗ്രേസി തോമസ്, ഡോക്ടർ റോസ് റെയ്നോൾഡ്, ശ്രീ മാത്യു കണ്ടിരിക്കൽ, ശ്രീമതി മായ ദിനേശൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ശ്രീ ടോമി മാത്യു ഓടക്കൽ യോഗത്തിന് സ്വാഗതം ആശംസിച്ചു. മിസ് ബിന്ദു ഓടക്കൽ കൃതജ്ഞത പ്രകാശിപ്പിച്ചു. ഷെക്കന ന്യൂസ്, കൊച്ചി.